നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യോത്തരങ്ങളിലൂടെ ഈ ഗ്രന്ഥം പഠിക്കാം. ആദ്യം പുസ്തകത്തിന്റെ സംഗ്രഹം. പഴയ നിയമത്തിലെ 12 ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ് നഹൂം. ഈ ഗ്രന്ഥം നിനവയോടുള്ള നഹൂമിന്റെ പ്രവചനം ആണ്. ന്യായവിധിയാണ് സന്ദേശം. ഇസ്രയേൽ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയ അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് നിനവെ. യോനാ പ്രവാചകന്റെ പ്രസംഗത്തിൽ ഒരിക്കൽ അനുതപിക്കുകയും പിന്നീട് ദുഷ്ടതയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്ത നിനവെ പട്ടണത്തിന്റെ ദൈവീക ന്യായവിധി പ്രവാചകൻ അറിയിക്കുന്നു. ബാബിലോൺ, മേദ്യ രാജ്യങ്ങൾ നിനവെ ഉന്മൂലനം ചെയ്യുന്നതാണ് ഉള്ളടക്കം. ആദ്യത്തെ ചോദ്യം, നഹൂം എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ഉത്തരം, ആശ്വാസം. രണ്ടാമത്തെ ചോദ്യം, ദൈവം എങ്ങനെയുള്ളവനെന്ന് നഹൂം വ്യക്തമാക്കുന്നു? ഉത്തരം, തീഷ്ണതയുള്ളവൻ, പ്രതികാരം ചെയ്യുന്നവൻ, ക്രോധപൂർണൻ, ദീർഘക്ഷമയുള്ളവൻ, മഹാശക്തൻ. 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, നഹൂം പ്രവചനം ഏതു നഗരത്തെ സംബന്ധിച്ചാണ്? ഉത്തരം, നിനവെ സംബന്ധിച്ച് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. നാലാമത്തെ ചോദ്യം, യഹോവ ദീർഘക്ഷമയുള്ളവൻ എന്ന് പറയുമ്പോൾ തന്നെ അവൻ ശത്രുക്കളോട് എന്ത് ചെയ്യാതിരിക്കുകയില്ല? ഉത്തരം, ശത്രുക്കളെ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. അഞ്ചാമത്തെ ചോദ്യം, ദൈവം സമുദ്രത്തോടും സകല നദികളോടും എന്ത് ചെയ്യുന്നു? ഉത്തരം, ഭത്സിച്ച് വറ്റിക്കുകയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആറാമത്തെ ചോദ്യം, ദൈവത്തിന്റെ വഴി എവിടെയാണെന്ന് നഹൂം പറയുന്നു? ഉത്തരം, കൊടുങ്കാറ്റിലും കാറ്റിലും. 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഏഴാമത്തെ ചോദ്യം, സമുദ്രം വറ്റിപ്പോയത് എങ്ങനെ? ഉത്തരം, യഹോവയുടെ ഭത്സനയാൽ. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. എട്ടാമത്തെ ചോദ്യം, യഹോവയുടെ ഭത്സനയാൽ വറ്റിപ്പോയത് എന്തെല്ലാം? ഉത്തരം, സമുദ്രവും നദികളും. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഒൻപതാമത്തെ ചോദ്യം, യഹോവയുടെ ഭത്സനയാൽ വരളുന്നത് എന്തെല്ലാം? ഉത്തരം, ബാശാനും കർമ്മേലും. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. പത്താമത്തെ ചോദ്യം, യഹോവയുടെ ഭത്സനയാൽ വാടിപ്പോകുന്നത് എന്ത്? ഉത്തരം, ലബാനോന്റെ പുഷ്പം. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. 11-ാമത്തെ ചോദ്യം, യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഉത്തരം, കുലുങ്ങുന്നു. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. 12-ാമത്തെ ചോദ്യം, യഹോവയുടെ മുമ്പിൽ ഉരുകിപ്പോകുന്നത് എന്ത്? ഉത്തരം, കുന്നുകൾ. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. 13-ാമത്തെ ചോദ്യം, യഹോവയുടെ സന്നിധിയിൽ ഞെട്ടിപ്പോകുന്നത് എന്ത്? ഉത്തരം, ഭൂമി. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. 14-ാമത്തെ ചോദ്യം, ഭൂമിയിൽ ഞെട്ടിപ്പോകുന്നത് എന്തെല്ലാം? ഉത്തരം, മഹീതലവും അതിലെ സകല നിവാസികളും. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. 15-ാമത്തെ ചോദ്യം, യഹോവയുടെ ക്രോധം ഭൂമിയിലേക്ക് ചൊരിയുന്നത് എങ്ങനെ? ഉത്തരം, തീ പോലെ. 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. 16-ാമത്തെ ചോദ്യം, ഭൂമിയിലേക്ക് തീ പോലെ ചൊരിയുന്ന യഹോവയുടെ ക്രോധത്താൽ സംഭവിക്കുന്നത് എന്ത്? ഉത്തരം, പാറകൾ പിളർന്ന് പോകുന്നു. 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. 17-ാമത്തെ ചോദ്യം, കഷ്ടദിവസത്തിൽ യഹോവ ആരാകുന്നു? ഉത്തരം, ശരണം. 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. 18-ാമത്തെ ചോദ്യം, കഷ്ടദിവസത്തിൽ ശരണമാകുന്ന യഹോവയുടെ പ്രത്യേകത? ഉത്തരം, നല്ലവൻ. 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. 19-ാമത്തെ ചോദ്യം, കഷ്ടദിവസത്തിൽ ശരണം ആകുന്ന യഹോവ ആരെ അറിയുന്നു? ഉത്തരം, തങ്കൽ ആശ്രയിക്കുന്നവരെ. 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. 20-ാമത്തെ ചോദ്യം, അതിന്റെ സ്ഥലത്തിന് അഥവാ നിനവേയ്ക്ക് മുടിവ് വരുത്തുന്നത് എന്ത്? ഉത്തരം, കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം.
21 ചോദ്യം, അന്ധകാരത്തിൽ യഹോവ പിന്തുടരുന്നത് ആരെ? ഉത്തരം തന്റെ ശത്രുക്കളെ അഥവാ നിനവെ. 1 വാക്യം. 22 ചോദ്യം, നിനവയ്ക്ക് മുടിവ് വരുത്തും എന്ന് യഹോവ പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതിനാൽ. 9 വാക്യം. 23 ചോദ്യം, നിനവയ്ക്ക് കഷ്ടത എത്ര പ്രാവശ്യം പൊങ്ങി വരികയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം 2 പ്രാവശ്യം. 9 വാക്യം. 24 ചോദ്യം, യഹോവയുടെ ശത്രുക്കൾ അഥവാ നിനവെ കൂടിപ്പിണഞ്ഞിരിക്കുന്നത് എങ്ങനെ? ഉത്തരം മുള്ളുപോലെ. 10 വാക്യം. 25 ചോദ്യം, മദ്യപിച്ചിരിക്കുന്ന യഹോവയുടെ ശത്രുക്കളുടെ വിധി എന്തായിരിക്കും? ഉത്തരം ഉണങ്ങിയ താളടി പോലെ തീയ്ക്ക് ഇരയായിത്തീരും. 10 വാക്യം. 26 ചോദ്യം, ശത്രുക്കളായ നിനവയിൽ നിന്ന് യഹോവയ്ക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നത് ആര്? ഉത്തരം ദോഷം നിരൂപിക്കുകയും നിസ്സാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ. 11 വാക്യം. 27 ചോദ്യം, നിനവയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ശത്രുക്കളുടെ ബലത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പൂർണ്ണ ശക്തന്മാരും അനേകരും. 12 വാക്യം. 28 ചോദ്യം, പൂർണ്ണ ശക്തന്മാരും അനേകരുമായ യഹോവയുടെ ശത്രുവിന് എന്ത് സംഭവിക്കും? ഉത്തരം ഛേദിക്കപ്പെടുകയും കഴിഞ്ഞു പോകുകയും ചെയ്യും. 12 വാക്യം. 29 ചോദ്യം, യഹൂദ ജനത്തിൽ നിന്നും യഹോവ ഒടിച്ചു കളയുന്നത് എന്ത്? ഉത്തരം നുകം. 13 വാക്യം. 30 ചോദ്യം, യഹൂദ ജനത്തിൽ നിന്നും യഹോവ അറുത്തു കളയുന്നത് എന്ത്? ഉത്തരം ബന്ധനങ്ങൾ. 13 വാക്യം. 31 ചോദ്യം, യഹോവ യഹൂദ ജനത്തിന് നൽകുന്ന ഒരു വാഗ്ദാനം 1 കാണുന്നത് ഏത്? ഉത്തരം ഇപ്പോഴോ ഞാൻ അവന്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. 13 വാക്യം. 32 ചോദ്യം, ഈ വാക്യം ഏത് രാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്? ഉത്തരം നിനവെക്കുറിച്ച്. 33 ചോദ്യം, ഇനി ഒട്ട് ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നത് എന്താണ്? ഉത്തരം നിന്റെ പേരുള്ള സന്തതി. 14 വാക്യം. BC 612 ബാബിലോണിയരും മേദ്യരും നിനവെ നശിപ്പിച്ചപ്പോൾ ഈ പ്രവചനം നിവൃത്തിയായി. 34 ചോദ്യം, ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ചു കളയും എന്ന് നിനവെക്കുറിച്ച് യഹോവ പറയുന്നത് എന്താണ്? ഉത്തരം കൊത്തിയുണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും. 14 വാക്യം. 35 ചോദ്യം, നിസാരനായിരിക്കുന്ന നിനവെയ്ക്ക് യഹോവ എന്ത് കൽപ്പിക്കുന്നു? ഉത്തരം ശവക്കുഴി കുഴിക്കും എന്ന്. 14 വാക്യം. 36 ചോദ്യം, സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ എവിടെ പതിച്ചിരിക്കുന്നു? ഉത്തരം പർവ്വതങ്ങളിന്മേൽ. 15 വാക്യം. 37 ചോദ്യം, പർവ്വതങ്ങളിൽ മേൽ കാണുന്നത് ആര്? ഉത്തരം സുവാർത്ത ദൂതൻ. 15 വാക്യം. 38 ചോദ്യം, പർവ്വതങ്ങളിന്മേൽ കാൽ പതിച്ചിരിക്കുന്ന സുവാർത്ത ദൂതന്റെ ഘോഷണത്തിന്റെ പ്രത്യേകത എന്ത്? ഉത്തരം സമാധാനം. 15 വാക്യം. 39 ചോദ്യം, ഉത്സവങ്ങളെ ആചരിക്കുവാൻ പറയുന്നത് ആരോട്? ഉത്തരം യഹൂദയോട്. 15 വാക്യം. 40 ചോദ്യം, യഹൂദയിലൂടെ കടക്കുകയില്ല എന്ന് പറയുന്നവന്റെ പ്രത്യേകത എന്ത്? ഉത്തരം നിസാരൻ. 15 വാക്യം. 41 ചോദ്യം, നിസാരൻ യഹൂദയിൽ കൂടി കടക്കാതിരിക്കാൻ എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത്?
ഉത്തരം ഉത്സവങ്ങളെ ആചരിക്കുക, നേർച്ചകളെ കഴിക്കുക. 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഈ അധ്യായത്തിലെ ഒടുവിലത്തെ ചോദ്യം, 42-ാമത്തെ ചോദ്യം, അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നത് ആര്? ഉത്തരം യഹൂദയിൽ കൂടി കടക്കുന്ന നിസാരൻ. 1-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു.